പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ കാണും ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെ, ആ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? സമയച്ചുരുക്കുക. നിങ്ങളിവിടെ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞങ്ങളുടെ മെറിറ്റ് കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എഫേസ്യൻസ് 2:8 പറയണത്. ഈ എൻ്റെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് പറയുമ്പോൾ അങ്ങയുടെ കൃപ നമ്മളിലേക്ക് വരാനുള്ള ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? അതാണ് വിഷയം. ഇപ്പം എഫേസ്യൻസ് 2:8 ഉടമ്പടി വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? എൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിലേക്ക്. ഇപ്പം നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ഉടമ്പടി. ഇപ്പം ആ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള നമ്മളുടെ യോഗ്യത എന്താ അത് ഈ ദൈവസ്നേഹം തന്നെയാണ്. കാര്യം, പിതാവിൻ്റെ കൃപ ഈശോയിലേക്ക് വരാനുണ്ടായിരുന്ന തത്വം പഠിച്ചാൽ ഈശോൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള തത്വമാകും. ഇതാണ് മാത്തമാറ്റിക്സ്. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നതെന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈശോൻ്റെ കൃപ എങ്ങനെയാണ് നമ്മളിലേക്ക് വരണമെന്ന് അറിയാൻ പറ്റും. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? ഇതാ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് 12:18. മത്തായി ശ്രീകാരുടെ സുവിശേഷത്തിൽ 12:18 വെച്ചുകൊണ്ടാണ് പിതാവിൻ്റെ കൃപ ഈശോയിലേക്ക് അപ്ലോഡ് ചെയ്തത്. മക്കളെ, ഇതിൻ്റെ അകത്ത് മന്ത്രവും തന്ത്രമൊന്നും ഇല്ല. മന്ത്രവും തന്ത്രത്തിലൂടെ ദൈവത്തിനെ പറ്റിക്കണത് അത് വേറെ ലോകമാണ്. ഇത് സത്യദൈവത്തിനെ സത്യസന്ധമായി അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രങ്ങളാണ്. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച, പ്രസാദം കൃപ അല്ലേ, ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. എന്താണ് ആത്മാവ് പ്രസാദിച്ചത്? ആത്മാവ് പ്രസാദിച്ചത് എന്താ? ഈശോ മാക്സിമമാണ് ചെയ്തത്. മാക്സിമം. പിതാവ് ചോദിച്ചതിനേക്കാളും മാക്സിമമാണ് ഈശോ ചെയ്തത്. പല കാര്യങ്ങൾക്കും ഈശോയ്ക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ആ കാല് കഴുകലൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അത്താഴം നടത്തി പിരിഞ്ഞാൽ മതിയായിരുന്നു. കാല് കഴുകലൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഒരു പ്രശ്നവുമില്ല. പിതാവ് ചോദിക്കും, നീ എന്താണ്ടാ കാല് കഴുകാഞ്ഞെന്ന് ചോദിക്കുക? ഇല്ല, ഇതൊക്കെ ആൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പരിപാടികളാണ്. പിതാവ് പറഞ്ഞിട്ട് ചെയ്ത കാര്യമല്ല. പിതാവ് പറഞ്ഞ കുർബാന സ്ഥാപിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യം നിത്യകാലം നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി. പിന്നീട് മേലങ്കി അഴിച്ചു മാറ്റിയതും ദാസൻ്റെ വിഷം ധരിച്ചതും താലത്ത് വെള്ളമെടുത്ത് പാദം കഴുകി ചുംബിച്ചതുമൊക്കെ ആൾ സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. 1 മൈൽ പോകാൻ പറഞ്ഞപ്പോൾ 2 മൈൽ പോയ ആളാണത്. കൈയിടിച്ച് കർത്താണ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയാണ് ഈശോ പ്രസാദം ഉണ്ടാക്കിയത്, കൃപ ഉണ്ടാക്കിയത്. അപ്പ കുർബാന സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ, 1 മൈൽ പോകാൻ പറഞ്ഞപ്പോൾ, അപ്പായോടുള്ള പരമമായ സ്നേഹത്താൽ ഈശോ മേലങ്കി കൂടി അഴിച്ചു മാറ്റി ദാസൻ്റെ വിഷം ധരിച്ച് അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്
ഈശോ അപ്പ പറഞ്ഞതിൻ്റെ ഇരട്ടി ചെയ്ത് ഔട്ട് ഓഫ് ലവ്. അവനെങ്ങനെയാണ് ചെയ്തത്? അവൻ ചെയ്തത് അപ്പായോടുള്ള സ്നേഹത്താലാണ്. ദൈവവേദന നമ്മളും ഈ കാരുണ്യ പ്രവൃത്തികളും ഈ പരിശുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്തായിരിക്കണം? അപ്പായോടുള്ള സ്നേഹത്താലാണ്, ഈശോവിനോടുള്ള സ്നേഹത്താലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നല്ലേ പറയണത്. 10:32 മത്തായി ശ്ലീഹായുടെ സുവിശേഷം എന്താ പറയണത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകും. ദൈവവേദനെ ദൈവം നൽകുന്ന പ്രതിഫലം എന്താ? പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് പറയും, ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്, എൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ടെന്ന് പറയും. രണ്ടായിട്ടാണ് പറയണത്. പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്താ ഈശോ പറയണത്? ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്, എൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് എന്താ പറയണത്? അത് തുരുമ്പും കീടങ്ങളും കവർന്ന് കളയും. പ്രൈസ് ദി ലോർഡ്. ഈ നാട്ടിലെ മനുഷ്യന്മാരിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടിയാൽ നിങ്ങൾ ഇടത് കൈ ചെയ്യുന്ന എന്താണെന്ന് വലത് കൈ അറിയാതിരിക്കട്ടെ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ 5:20 മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 5:20 മനുഷ്യരുടെ മുമ്പിൽ കാഹളം മുഴക്കരുത്, മുഴക്കിയാൽ അതിനുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഇപ്പം പ്രതിഫലം എങ്ങനെയാണ്? ഈ മനുഷ്യന്മാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. I'll come with my reward എന്നല്ലേ പറയണത്? ഞാൻ വരും, എൻ്റെ പ്രതിഫലവുമായി വരുമെന്ന്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പറയണത് എന്താണ്? ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. അതാരാണ്? ദൈവത്തിൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലം, പിതാവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം. ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ടുള്ള കുഴപ്പം എന്താ? നിങ്ങളുടെ ഹൃദയം എവിടെയോ, നിങ്ങളുടെ സമ്പത്ത് എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതായത് തുരുമ്പും കീടങ്ങളും പുഴുക്കളും അരിച്ചു മാറ്റാത്ത നിക്ഷേപം സൂക്ഷിക്കാൻ പറയും, ഇല്ലേ? തുരുമ്പും കീടങ്ങളും. കാര്യം മനുഷ്യന്മാർ നമുക്ക് എന്ത് തന്നാലും കുറച്ച് കഴിയുമ്പോൾ തുരുമ്പും കീടങ്ങളും അത് നശിപ്പിച്ച് കളയും. ഇപ്പം നിൻ്റെ അപ്പം നിനക്ക് വിൽപ്പത്രം എഴുതി തന്നു, വിൽപ്പത്രം പെട്ട് അപ്പം മരിച്ചു പോയി. ഇപ്പം വിൽപ്പത്രം എടുത്ത് നോക്കിയപ്പോഴുണ്ട് ചെതലരിച്ചിരിക്കണം. അത് രജിസ്റ്റർ ചെയ്യാനും വിട്ടുപോയി. ഇപ്പം എന്നാ പറ്റി? നാട്ടുകാരെ മുമ്പിൽ കാണിക്കാൻ പോലും ഇല്ല. അപ്പൻ്റെ ഒപ്പൊക്കെ ചെതലരിച്ച്. അപ്പൻ ഒപ്പിട്ട് തന്നായിരുന്നേ, വിൽപ്പത്രം എഴുതിയപ്പോൾ ഒപ്പിട്ട് തന്നായിരുന്നു. ആ ഒപ്പ് കാണാനില്ല. എന്താണ്? ആ ഉപ്പ് തന്നെ നോക്കി ചെതലരിച്ചിരിക്കുക. ഇപ്പം നിനക്ക് 1 ഏക്കർ തന്നായിരുന്നു, പക്ഷെ ചെതൽ കൊണ്ടുപോയി നിൻ്റെ 1 ഏക്കർ. കാര്യം എന്താ? അപ്പൻ്റെ ഉപ്പ് ചെതലരിച്ചിരിക്കുക. അതാണ് ഈശോ പറഞ്ഞത്. ഇവിടെ നിന്ന് 1 ഏക്കർ കിട്ടിയാലും 1000 ഒപ്പർ കിട്ടിയാലും അപ്പൻ ഒപ്പിട്ടാലും പ്രധാനമന്ത്രി ഒപ്പിട്ടാലും ചെതലരിച്ചു പോകും. പ്രതിഫലങ്ങൾ നൽകാൻ പറഞ്ഞപ്പോൾ ചെതലരിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതെന്ന് ഈശോ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകും. ആ പ്രതിഫലത്തിൻ്റെ പ്രശ്നം എന്താ? അത് കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം നൽകുന്ന കൃപ, അനുഗ്രഹങ്ങളെല്ലാം ചെതലരിക്കും, പുഴുക്കളെടുക്കുകയും ചെയ്യും. അതെന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവകൃപയെ സംബന്ധിച്ചിടത്തോളം ദൈവം തരണതാണ്. നമ്മൾ ഉടമ്പടിയിൽ അന്വേഷിക്കണത് എന്താ? ഈ കൃപയാണ് അന്വേഷിക്കണത്. ഇപ്പം നിനക്ക് IELTS-ന് 8% മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ഇല്ലേ? ഇപ്പം ഇന്ന് പത്രത്തിലുണ്ട്,
IELTS എഴുതാത്തവർക്കും കാനഡയിൽ പോകാവുന്നുണ്ട്. പത്രത്തിലല്ല, നമ്മുടെ നെറ്റിലുണ്ട്. IELTS എഴുതാത്തവർക്കും മാർക്കില്ലാത്തവർക്കും കാനഡയിൽ പോകാമെന്ന് എഴുതിയിട്ടുണ്ട്. പുതിയ പ്രൊവിഷൻ വന്നിരിക്കണതാണ്. പഠിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പോഴൊരു ചാൻസായി. ഇപ്പം എന്തും ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർപ്പിച്ചതന്നേ ഉള്ളൂ. അതായത് കൃപയുടെ നേച്ചർ എന്ന് പറയണത് അതിന് ഇന്ന കാര്യം, ഇന്ന അളവ്, ഇന്ന തൂക്കത്തിൽ വേണമെന്ന്. ഈ ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അനുഗ്രഹത്തിൻ്റെ മെരിട്ടുണ്ട്. അനുഗ്രഹത്തിന് മെരിട്ടുണ്ട്. ആ മെരിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, മെരിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ഒന്നെങ്കിൽ യോഗ്യത. അനുഗ്രഹങ്ങളെല്ലാം മെരിറ്റാണ്. അതിന് വരണ എന്താ? മെരിറ്റ് എപ്പോഴും വരണത് മാനദണ്ഡങ്ങളിലാണ് വരണത്. നോംസാണ്. മെരിറ്റ് ആൻഡ് നോംസ് തമ്മിൽ ബന്ധമുണ്ട്. മാനദണ്ഡങ്ങൾ. ഇപ്പോൾ SSLC പാസ്സാകണമെങ്കിൽ ഇത്ര മാർക്ക് അല്ലേ? അപ്പോൾ A+ ഇത്ര മാർക്ക്, അപ്പോൾ അത് മെരിറ്റാണ് വരണത്. B+ ഇത്ര മാർക്ക്, എല്ലാം മെരിറ്റാണ്. അപ്പം മെരിറ്റ് വരുമ്പോൾ, മെരിറ്റ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളില്ല. ഇവിടെ എല്ലാം മാനദണ്ഡങ്ങളാണ്. ഈ മാനദണ്ഡങ്ങളാണ് നമ്മളെ ചെറിയവരും വലിയവരുമാക്കണവരും വിലപേശൽ കുറക്കണതും കൂട്ടുകയും ചെയ്യുന്നത്. മാനദണ്ഡങ്ങളാണ്. കർത്താവിന് നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹങ്ങൾക്കെല്ലാം മാനദണ്ഡങ്ങൾ വരും. എങ്ങനെ കിട്ടിയാൽ ഫിസിക്കൽ ഫേവേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൃപയെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡങ്ങളില്ല. അവിടെ സ്ലാബുകളില്ല. നിന്റെ ദൈവം വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു തീരുമാനമാകും. നിന്റെ മനസ്സിൽ തരേണ്ട ലക്ഷ്യങ്ങൾക്കും ദൈവം തീരുമാനിച്ചാൽ. അതുകൊണ്ട് കൃപ എപ്പോഴും, നമ്മൾ ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് കൃപയിലാണ്. എങ്ങനെ ഈശോൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കാം? അതിന് നമ്മൾ എടുക്കുന്ന മാനദണ്ഡം എന്താണ്? ഈശോ എങ്ങനെ അപ്പനെ പ്രസാദിപ്പിച്ചത്? ഈശോ എങ്ങനെ അപ്പനെ പ്രസാദിപ്പിച്ചതെന്നാണ് ഈശോ 5:40 എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? എന്നോട് അപ്പം പറഞ്ഞതിൻ്റെയൊക്കെ ഇരട്ടി ഞാൻ ചെയ്താണ് അപ്പനെ പ്രസാദിപ്പിച്ചത്. ഔട്ട് ഓഫ് ലവ്. ഞാനതെങ്ങനെയാണ് ചെയ്തത്? എങ്ങനെ ചെയ്തത്? അപ്പനോടുള്ള, അല്ലാതെ പെയ്തും പിറക്കും പിച്ചുമ്പയും പറഞ്ഞല്ല ചെയ്തിരിക്കണത്. തർക്കിച്ചല്ല. അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കണത്, ഈ തർക്കവും ബഹളവും വരുമ്പോൾ തന്നെ താരതമ്യം വരും. തർക്കം വരികയല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തിയുടെ സ്വഭാവം ഉണ്ടാകണം. നമ്മൾ തർക്കിച്ച് ചെയ്താൽ എന്ത് പറ്റും? താരതമ്യം പറയും. നമ്മൾ ഇപ്പം തന്നെ, എടാ നീ കടയിൽ പോയി മരുന്ന് മേടിക്കാൻ അമ്മ പറയും. അപ്പോൾ അവനെന്താ പറയണത്? ഞാനാണ് റേഷൻ കടയിൽ പോയത്. അപ്പോൾ അനിയനോട് പറയാൻ പറയും. മരുന്ന് മേടിക്കണത് ഞാനാണ് റേഷൻ കടയിൽ പോയത്. അപ്പം ഇതിൻ്റെ പണി തീർന്നു. ഇനി മരുന്ന് മേടിക്കണത് ഞാൻ തന്നെ മേടിക്കേണ്ട കാര്യമില്ല, അത് അനിയനോട് പറയാൻ പറയും. അത് തർക്കം വന്നില്ലേ? തർക്കം വന്ന എന്താ സംഭവം? താരതമ്യം പറയും. ഇപ്പം ഇവനെന്താ പറഞ്ഞിരിക്കണത്? ഇവനോട് നമ്മൾ പറഞ്ഞിരിക്കണത് അപ്പന് മരുന്ന് മേടിക്കാനല്ലേ പറഞ്ഞത്. അപ്പം അവനെന്താ പറയണത്? എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ റേഷൻ കടയിൽ പോയായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് ചാർജ് അടക്കാൻ പോയായിരുന്നു. മറ്റവൻ ഒന്നും പോയില്ല. അവൻ ചുമ്മാ കിടന്ന് വായിക്കായിരുന്നു. കട്ടലിൽ കിടന്നുകൊണ്ട് TV കണ്ടുകൊണ്ട് മൊബൈലിൽ വീഡിയോ പ്ലേ ചെയ്തിരിക്കണം. അവനോട് മരുന്ന് മേടിക്കാൻ പോകാൻ പറയും. അവിടെ എന്താ പറ്റുക? അവിടെ തർക്കം വന്നു. തർക്കം വന്ന് എന്താണ്? താരതമ്യം വരുന്നത് കൊണ്ടാണ്. തർക്കത്തോട് ചെയ്യുന്ന ഓരോ ജോലിയും നമ്മൾ താരതമ്യപ്പെടുത്തിയാണ് ചെയ്യണത്. താരതമ്യം ചെയ്യണ ആരോടായിരിക്കും? നമ്മളുടെ ലെവലിലുള്ളവരാണ് താരതമ്യം ചെയ്യണത്. തർക്കവുമില്ല, താരതമ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം തലയിൽ സംഗ്രഹിക്കുമ്പോഴാണ് തർക്കവും താരതമ്യവും വരണത്. അപ്പം അമ്മ പറയണത് തലയിൽ സംഗ്രഹിക്കേണ്ട ഹൃദയത്തിലാണ് സംഗ്രഹിക്കേണ്ടതെന്നാണ് അമ്മ പറയണത്. ഇല്ലേ? പെറ്റ കിടക്കാൻ നേരത്ത് ആരും കാണാൻ വന്നപ്പോൾ ആരാ വന്നത്? ആട്ടിടയന്മാരല്ലേ വന്നത്.
അപ്പോൾ ഉള്ളിൽ പറഞ്ഞ അപ്പൻ്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഗർഭം ധരിച്ചത്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ മക്കളെയൊക്കെ പെറ്റതറിയാൻ വേണ്ടി ഇപ്പം ജെയിംസൊക്കെ ഇല്ലേ, യാക്കോബ്, അവരൊക്കെ അനിയത്തിൻ്റെ മക്കളല്ലേ, അവരൊക്കെ പെറ്റതറിയാൻ വേണ്ടി വന്ന ആട്ടിടയന്മാരല്ലല്ലോ, അല്ലേ? നല്ല നാട്ടുകാർ, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും വന്ന ആവശ്യത്തിന് സ്വർണവും പൊന്നും ഒക്കെ കൊടുത്തിട്ടില്ലേ? അപ്പം എൻ്റെ അനിയത്തി പെറ്റപ്പോഴും ഒക്കെ നാട്ടുകാരുണ്ടായിരുന്നില്ലേ? ഞാൻ അപ്പൻ്റെ വാക്ക് കേട്ടല്ലേ ജീവിച്ചത്. ഞാൻ പെറ്റപ്പോൾ ആട്ടിടയന്മാരല്ലേ വന്നത്. തലയിലാണ് കൊണ്ടിരുന്നെങ്കിൽ തർക്കം ഉണ്ടായേനെ. അപ്പം അമ്മ പറയണം, ഞാൻ തലയിലത് കൊണ്ടില്ല, ഞാൻ പെറ്റ് കിടന്നപ്പോൾ പെറ്റതറിയാൻ വേണ്ടി ആട്ടിടയന്മാർ വന്നപ്പോഴും എൻ്റെ അനിയത്തി യോഹന്നാനെ യാക്കോബിനെ പെറ്റപ്പോൾ നാട്ടുകാർ വന്നപ്പോഴും ഞാനത് തർക്കമെടുത്തില്ല. ഞാൻ തലയിലല്ല കൊണ്ടത്, ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. എന്താ കാര്യം? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. തർക്കവും ഉണ്ടാകണ എപ്പോഴാണ്? താരതമ്യം വരുമ്പോഴാണ്. തർക്കം വരാതെ എപ്പോഴാണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ്. ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത് ആരാണ്? ദൈവമാണ് ഹൃദയത്തിലുള്ളത്. മനുഷ്യന്മാർ തമ്മിൽ താരതമ്യപ്പെടുമ്പോഴാണ് തർക്കം വരുന്നത്. അത് തലയിൽ സംഗ്രഹിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് എടുക്കുമ്പോഴാണ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. അപ്പം നിരാശ, സങ്കടവും ഉണ്ടാകും. പല അപ്പന്മാരോടും അമ്മമാരോടും അവർ മരിക്കുന്ന സമയത്ത് പോലും മക്കൾ സംസാരിക്കാതെ പിരിഞ്ഞിട്ടില്ലേ? എന്തിനാണ്? ഭൗതിക വസ്തുക്കൾ ചേട്ടനെയോ അനുജനെയോ കൊടുത്തപ്പോൾ കൂടിയോ കുറഞ്ഞോ പോയതിൻ്റെ പേരിലാണ് നിങ്ങൾ മോന്തം കയറ്റി നിങ്ങളുടെ മോന്ത പോലെ തന്നെ അപ്പനെയും അമ്മനെയും ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിരിക്കണത്. അതെന്താണ്? തലയിൽ സംഗ്രഹിച്ചതിൻ്റെ ഭാഗമാണ്. അമ്മ എന്താ പറയണത്? ഒന്നും തലയിൽ സംഗ്രഹിക്കേണ്ടതല്ല, എല്ലാം ദൈവത്തിനെ ഒപ്പിച്ച് ചെയ്യേണ്ടതാണെന്നാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചേക്കണം. തർക്കവുമില്ല. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, സൽപ്രവൃത്തികളെക്കാൾ കൃപാവര പ്രവൃത്തികള് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ മനുഷ്യന്മാരോട് താരതമ്യം ചെയ്യാതെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവനാമത്തിൽ ചെയ്യാൻ, ദൈവമഹത്വത്തിന് ചെയ്യാൻ എന്നെ ദൈവ പൈതലാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തെ സമർപ്പിക്കുന്നു, ജീവിത വ്യാപാരങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുവൾത്താരയിൽ സാക്ഷ്യം പറയാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ ഈ അൾത്താരയിലായിരിക്കുന്നത് എൻ്റെ മകളുടെ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. 27/12/2023 ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിന് ഒരു മാസം മുമ്പ് എൻ്റെ മകളെ ശ്രദ്ധ, എൻ്റെ പേര് പ്രിയ, ഇത് എൻ്റെ മകൾ ശ്രദ്ധ, ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. നവംബർ 2023 കാലഘട്ടത്തിൽ അവൾ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് പറയുകയാണ്, അവളുടെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടെന്ന് പറയുകയും അതിനെ തുടർന്ന് ഞങ്ങൾ ഡോക്ടറെ കാണുകയും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 0.6 to 0.4 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് കാണപ്പെടുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് സർജനെ കാണുക എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ കൃപാസനം 2018 മുതൽ കൃപാസനം പത്രങ്ങൾ എൻ്റെ കയ്യിൽ വരാറുണ്ട്. ഉടമ്പടി, കൃപാസനം മാതാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഉടമ്പടി, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ 2018 മുതൽ എനിക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും അതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിലേക്ക് വരാൻ ഒരു ഉൾപ്രേരണ ഉണ്ടായി. സർജനല്ല, കൃപാസനം മാതാവിനെയാണ് കാണേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അതനുസരിച്ച് ഉടനെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. നവംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, നവംബർ 2023. തുടർന്ന് ഉടനെ തന്നെ മോൾക്ക് ജോണ്ടിസ് ബാധിക്കുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തതുകൊണ്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ നീണ്ടുപോയി. ജോണ്ടിസ് വന്നിട്ട് അവൾക്ക് യാതൊരു കാരണവശാലും ബ്ലഡ് കൗണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല. ബ്ലഡ് കൗണ്ട് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ പലതവണ ടെസ്റ്റ് ചെയ്തിട്ടും കൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു, ഉയർന്നു വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്.
അപ്പോൾ ശക്തമായിട്ട് കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല ടെസ്റ്റുകളും നടത്തി എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഹെമറ്റോളജിസ്റ്റിനെ കാണാനായിട്ടാണ് അവസാനം ഡോക്ടർ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകളും നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കണ്ടില്ല. അവസാനം ബോൺ മാരോ ടെസ്റ്റ് ഡോക്ടർ റെഫർ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ശക്തമായിട്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്ന് മോളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മോൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നും കൗണ്ട് സാധാരണയാണെന്നും അതിനെ ചൊല്ലി യാതൊരു വിധത്തിലും പരിഭ്രമിക്കേണ്ടതില്ലെന്നും ഡോക്ടർ ഒപ്പീനിയൻ രേഖപ്പെടുത്തുകയും ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് അവൾക്ക് ഉപയോഗിച്ചിരുന്നത്. ഉടമ്പടി തൈലം സ്ഥിരമായി നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും ഉടമ്പടി വിശുദ്ധ വസ്തുക്കൾ തേനും ഉപ്പും സ്ഥിരമായി കൊടുക്കുകയും ചെയ്തിരുന്നു. 3 മാസം ഉടമ്പടി കാലാവധി പൂർത്തിയാകുമ്പോഴും എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്ന മകളുടെ ആ റൈറ്റ് ബ്രസ്റ്റിലെ സിസ്റ്റ് അതുപോലെ തന്നെ നിലനിർന്നിരുന്നു. അതിന് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കാണ് മുൻഗണന കൊടുത്തിരുന്നത്. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നുവെങ്കിലും എത്രമാത്രം ആത്മാർത്ഥതയോടെ ഞാനത് പാലിച്ചിരുന്നു എന്ന് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളിലാണ് ഞാൻ അത് വീണ്ടും ചികഞ്ഞ് നോക്കി പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് നിബന്ധനകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിയോഗങ്ങളെ കുറച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലാണ് മാതാവ് നമ്മളുടെ അടുത്തേക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് സാമീപ്യമായി ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായി. 2ാമത്തെ പുതുക്കലിനും 3ാമത്തെ പുതുക്കലിനും ഞാൻ മകളുടെ ഈ നിയോഗം വെച്ചിട്ടില്ല. അതിനു പകരം ദൈവസ്നേഹവും പരിശുദ്ധാത്മാ നിയോഗവും വചനപ്രഘോഷണമൊക്കെയാണ് ഞാൻ നിയോഗത്തിൽ എഴുതി വച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവസ്നേഹം എന്നിൽ വർദ്ധിക്കുകയും ബൈബിൾ വായനയും എൻ്റെ മൊബൈൽ ആപ്പ് ബൈബിൾ ആപ്പ് മൊബൈൽ ഡൗൺലോഡ് ചെയ്യുകയും സ്ഥിരമായി വചനങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മനസ്സിലായി മരുന്ന് ലേപനവുമല്ല വചനമാണ് സൗഖ്യമെന്ന ബോധ്യം എനിക്ക് കിട്ടിയതോടുകൂടി എനിക്ക് കർത്താവിൻ്റെ ഈശോയുടെ സമാധാനം എന്നിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ മകളുടെ ഈ സിസ്റ്ററിൻ്റെ നിയോഗത്തെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധവടല്ലാതായി മാറി. നമ്മൾ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. KSFയിൽ ശാഖ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് ജോലിഭാരം ഒരുപാടുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്ന ഈ സമയങ്ങളിൽ ഈശോ മാതാവ് വഴി എന്നെ ഈ കൃപാസനത്തിലേക്ക് ക്ഷണിക്കുകയും എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിനോട് കൂടി കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ, അതായത് ഏപ്രിൽ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അവസാനം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്, കൃപാസനം മാതാവ് ഉണ്ണീശോയുമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് അച്ഛൻ പരിശുദ്ധാത്മ അഭിഷേകത്താൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പ്രവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം ഞാനിവിടെ 2023 ഡിസംബറിൽ ഇവിടെ വരുമ്പോൾ ഞാൻ മാതാവിനോട് രഹസ്യത്തിൽ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നതാണ്, എൻ്റെ മകളെ ഉണ്ണീശോയുമായി വന്ന് സൗഖ്യമാക്കണേ, ഉണ്ണീശോയുടെ തിരുവിരൽ സ്പർശത്താൽ എൻ്റെ മകളെ സൗഖ്യമാക്കണേ എന്നായിരുന്നു. അതേ കാര്യം അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു കോയിൻസിഡൻസായി തോന്നി. ഞാൻ മറന്നുപോയ ആ പ്രാർത്ഥനയായിരുന്നു അമ്മ മാതാവ് അന്ന് അച്ഛനിലൂടെ എൻ്റെ മകൾക്ക് രോഗസൗഖ്യമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത്. മരുന്ന് ലേപനവുമല്ല, അവിടുത്തെ വചനമാണ് സൗഖ്യം എന്നെനിക്ക് മനസ്സിലായി. ഇതുകൂടാതെ എനിക്ക് എൻ്റെ ഈ ഉടമ്പടി 1.25 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ ഞാനെന്ന വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനേക്കാളൊക്കെ വലുതായിട്ടുള്ളത്. ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നത് പരിശുദ്ധാത്മാ അഭിഷേകമായിരുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ പാതിമയക്കത്തിൽ ഞാനൊരു ഉച്ച സമയത്ത് പാതിമയക്കത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ്, ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ കണ്ണടച്ചിട്ട്. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു തൂവെള്ള വസ്ത്രം കൊടുത്ത് ഈശോ നിൽക്കുന്നു. ഈശോയിൽ നിന്നും വളരെ വെളുത്ത ഒരു പ്രകാശം, വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം ഈശോയിൽ നിന്ന് ഇറങ്ങി എൻ്റെ തിരുനെറ്റിക്കകത്തുകൂടി ശിരസിലേക്ക് പ്രവഹിക്കുന്നതായും അതെൻ്റെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അവർണ്ണനീയമായിട്ടുള്ള വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവർണ്ണനീയമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്കത് മാറി. രക്തത്താലും വെള്ളത്താലും മാത്രമല്ല ഈശോ ആത്മാവിനാലും സ്നാനം കഴിപ്പിക്കും എന്ന് വചനം വായിച്ചിട്ടുണ്ട്. ഈശോയുടെ അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് അതുപോലെ തോന്നി. അത് ആ സമയത്തിന് ശേഷം പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ മൊബൈലിലുണ്ടായിരുന്ന ബൈബിൾ ആപ്പ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ലൂക്ക 1:35
1:35 വചനമാണ് എനിക്ക് ആദ്യമായി കിട്ടിയത്. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ആ ഒരു സമയത്ത് ഈശോ പ്രഗ്നൻ്റായ സമയത്ത് ലഭിച്ച ആ വചനം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നിൽ വ്യാപരിക്കും എന്ന വചനം എനിക്ക് കിട്ടി. എനിക്കത് വളരാത്ത വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയൊരു സംഭവമാണത്. അതുപോലെ തന്നെ വേറൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ പാതി ഉറക്കത്തിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആളുകൾ ഇങ്ങനെ വരിയിൽ നിൽക്കുന്നു. ഞാൻ വരിയിലുണ്ട്, പക്ഷേ അച്ഛൻ എന്നെ കാണുന്നില്ല. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ എന്നെ കണ്ടിട്ടും കാണാത്ത മാതിരി എന്നെ കടന്നു പോകുന്നു. എൻ്റെ പിന്നിലുള്ളവർക്കെല്ലാം, വരിയിൽ നിൽക്കുന്നവർക്കെല്ലാം അപ്പം വായിൽ വെച്ച് കൊടുക്കുന്നു. അപ്പം ഞാൻ വളരെ സങ്കടത്തോടുകൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ, പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ വായിൽ ദിവ്യകാരുണ്യ ഈശോ അപ്പമായി വന്ന ഒരു അനുഭവം, ഈശോ എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് എൻ്റെ വായിൽ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ അനുഭവം ലഭിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാക്കുകളിലൂടെ. ആ ഒരു തിരുരക്ത മാംസങ്ങളുടെ രുചി എൻ്റെ വായിൽ എത്രമാത്രം നാളുകൾ അങ്ങനെ നിന്നിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ എൻ്റെ അവകാശത്തിൻ്റെ മഹിമാതന ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന എഫെസസ് 1:18-19 വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാർത്ഥകമായി തീർന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഈ 4 കാര്യങ്ങളാണ് ഉടമ്പടിയുടെ ഒരു നട്ടെല്ലുകളെന്ന്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, എങ്ങനെയാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കുക? വിശ്വാസം ഓക്കെ, പ്രത്യാശ ഓക്കെ, സ്നേഹം, ദൈവസ്നേഹം ഓക്കെ, സമർപ്പണം എന്താണ് സമർപ്പണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ 1.25 വർഷത്തെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഈ 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മാതാവാണ് എന്നെ സഹായിച്ചത്, കൃപാസനമാണ് എന്നെ സഹായിച്ചത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ നമുക്ക് വലിയ പഠന ക്ലാസ്സുകളാണ്. അച്ഛനാണ് എൻ്റെ മനസ്സിൽ ആധ്യാത്മിക ഗുരുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. കൃപാസനം ഒരു വലിയൊരു പാഠശാലയാണ്. അച്ഛൻ്റെ ധ്യാനങ്ങൾ ഒരു വലിയ പാഠശാല ക്ലാസ്സുകളാണ്. ഉടമ്പടിയിലായിരിക്കുന്നവരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജീവിതത്തെ നവീകരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ എങ്ങനെ ഞാൻ നവീകരിച്ചു എന്ന് എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് സെൽഫ് ബോധ്യമുണ്ട്. ഞാനത് ഈ കാരുണ്യ പ്രവൃത്തികളെ പറ്റിയൊന്നും വലിയ ബോധ്യമില്ലാതിരുന്ന എനിക്ക് ഈ ഉടമ്പടി ധ്യാനങ്ങളിലും ഈ ഉടമ്പടി ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ആളാണ്. അത്യാവശ്യം നല്ല ജോലി ആയതുകൊണ്ട് തന്നെ വരുമാനമുണ്ട്. ഞാൻ KSF-യിൽ ശാഖ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണലി ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി ദശാംശമൊന്നും അങ്ങനെ ചെയ്തിരുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എത്രമാത്രം കാരുണ്യ പ്രവൃത്തികൾ ചെയ്താലും എവിടെയൊക്കെ അനാഥാലയങ്ങളിൽ അവർക്ക് ആവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പാലിയേറ്റീവ് കെയർ, പിന്നെ അതുപോലെ എന്തെങ്കിലും പേഷ്യൻസിന് നമ്മളിപ്പോൾ ചികിത്സാ സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ പോരാ എന്നെനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്നത് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരടയാളമായി എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇനിയും നവീകരണത്തിന് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നവീകരണത്തിന് വേണ്ടി കൃപാസനത്തിൽ ഈ ഉടമ്പടിയിലായിരിക്കാൻ നിങ്ങളെല്ലാവരും വളരെ വിശുദ്ധ വിളിയാലൂടെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതിൽ നമുക്ക് അഭിമാനിക്കാം. കൃപാസനം എന്ന ഈ ആലയത്തിൽ, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സ്ഥലത്തായിരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിലൊക്കെ ഇവിടെ വന്നു നിന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. ഈശോയോട് അതിതീക്ഷ്ണമായിട്ടുള്ള സ്നേഹം മനസ്സിൽ എനിക്കുണ്ട്. മരുന്നും ലേപനവുമല്ല, അവിടുത്തെ വചനമാണ് സൗഖ്യം. നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ പാപഭാരങ്ങളാണ് അവൻ വഹിച്ചത് എന്നുള്ള ആ ഒരു വചനങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഈശോയിലേക്ക് എന്നെ അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ എത്ര പാപിയാണെങ്കിലും, ഞാൻ എത്രമാത്രം താഴ്ന്ന സ്ഥിതിയിലുള്ള ആളാണെങ്കിലും ഈശോ എല്ലാവരെയും, നിങ്ങളെ ഒരുപോലെ സ്നേഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത്
ഇവിടെ നിന്നും എല്ലാ മാസവും വന്ന് കൃപാസന പത്രങ്ങൾ 3-4 കെട്ടുകൾ വാങ്ങി എല്ലാവർക്കും, എല്ലാ മേഖലകളിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു. പബ്ലിക് പ്ലേസസിലാണ് കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതുകൂടാതെ കൃപാസനത്തിൽ കോയിൻസ്, നമ്മുടെ മാതാവിൻ്റെ ലോക്കറ്റുകൾ വാങ്ങിയ ആവശ്യക്കാർക്ക്, ആവശ്യമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും എനിക്ക് അറിയാവുന്ന എനിക്ക് തോന്നും ഇന്ന ആൾക്കാരോട് പറയണമെന്ന് തോന്നുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു. എൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ എന്നും സ്റ്റാറ്റസ് ആക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഈശോയ്ക്കും അമ്മയ്ക്കും എന്നെ ഈ വിശുദ്ധ വിളിയാലൂടെ വിളിച്ചു നിർത്തി ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു.